ഹായ്, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് മാർച്ച് 25 ബുധനാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും ശ്രദ്ധേയമായൊരു റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുകയാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളിൽ ശ്രദ്ധേയമായ സ്ഥാനാർത്ഥി കൂത്തുപറമ്പിൽ നിന്ന് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ജയന്തി രാജൻ ഏറ്റവും ശ്രദ്ധേയമായ ഇപ്രാവശ്യത്തെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനാർത്ഥിയാണ്. നമുക്ക് കൂത്തുപറമ്പിൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് ചെകഞ്ഞു നോക്കാം. കൂത്തുപറമ്പിൽ ജയഭേരി മുഴക്കാൻ ജയന്തി രാജൻ എന്ന തലക്കെട്ടിലാണ് ഇന്നത്തെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. നമുക്കതിലേക്കൊന്ന് കണ്ണോടിക്കാം. പാനൂര് പോരാട്ട വീര്യങ്ങളുടെ പെൺകരുത്ത് ജയന്തി രാജനിലൂടെ കഴിഞ്ഞ തവണ നിസ്സാര വോട്ടിന് നഷ്ടമായ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ ജയിച്ചു കയറാനുള്ള ഒരുക്കത്തിലാണ് UDF. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പദവി വരെ എത്തിയ സാരഥിയാണ് ജയന്തി രാജൻ. തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് രാഷ്ട്രീയ ഗോതയിൽ അവകാശ പോരാട്ടങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ വനിതാ മുഖമായി ദേശീയ നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന ഈ 47-കാരി കേരള രാഷ്ട്രീയത്തിലെ തന്നെ വേറിട്ടൊരു മാതൃകയാണ്. വയനാട്ടിലെ സാധാരണ കുടുംബത്തിൽ നിന്ന് മുഖ്യധാരയിലേക്ക് എത്തിയ ജയന്തി സ്ത്രീകൾ ഉൾപ്പെടെ ആദിവാസികളും പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് നിരന്തരം പോരാടുന്ന കരുത്തുറ്റ വനിതയാണ്. 2004 മുതൽ 2010 വരെ സുൽത്താൻ ബത്തേരിയിലെ ശ്രേയസ് NGOയുടെ മൈക്രോ ഫിനാൻസ് പ്രവർത്തനങ്ങളിലൂടെയാണ് സാമൂഹിക സേവന രംഗത്തെ സജീവമാകുന്നത്. ഈ കാലയളവിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചതോടെ ജയന്തിയെ മുസ്ലിം ലീഗുമായി അടുപ്പിക്കുകയായിരുന്നു. സാധാരണക്കാർക്കും ആദിവാസി വിഭാഗങ്ങൾക്കും വേണ്ടി നിരവധി സമരമുഖങ്ങളിൽ ജയന്തി രാജൻ മുൻനിരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2010 നവംബറിൽ ഇരുളം ആദിവാസി ഭൂപ്രശ്നത്തിൽ സമരം നയിച്ച് പുൽപ്പള്ളിയിൽ അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. മലയോര ജനതയുടെ ജീവന് ഭീഷണിയായ വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി ഫോറസ്റ്റ് ഓഫീസ് മാർച്ചിന് നേതൃത്വം നൽകുകയുണ്ടായി. ആദിവാസികളുടെ അവകാശങ്ങൾക്കായി നിരന്തരം ശബ്ദമുയർത്തി ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് പോസ്കോ കേസുകളിൽ ഇരയാക്കപ്പെട്ടവർക്ക് നിയമസഹായം ഉറപ്പാക്കാനും മുൻനിരയിലുണ്ടായിരുന്നു. 2010 CPMൻ്റെ വലിയ സ്വാധീന മേഖലയായ പൂതാടി പഞ്ചായത്തിലെ ഇരുളം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ആദ്യമായി പഞ്ചായത്ത് അംഗമായി. തുടർന്ന് പനമരം ബ്ലോക്ക് പഞ്ചായത്തിൽ അഞ്ചുകുന്ന് ഡിവിഷനിൽ നിന്ന് ജനവിധി തേടി വിജയിച്ച ജയന്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പദവിയും അലങ്കരിച്ചിട്ടുണ്ട്. വയനാട് നേരിട്ട വലിയ ദുരന്തമുഖങ്ങളിലെല്ലാം ജയന്തി രാജൻ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുകയായിരുന്നു. 2018-19 പ്രളയത്തിൽ പനമരം മേഖലയിൽ ഒറ്റപ്പെട്ടവർക്ക് വേണ്ടി രാത്രി തന്നെ ഓടിയെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുഖത്തും കർമ്മനിരതയായിരുന്നു. വേദന തിന്നു കഴിയുന്ന നിത്യരോഗികൾക്ക് വേണ്ടി പൂക്കോയത്തങ്ങൾ ഹോസ്പിസിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലും നേതൃത്വം നൽകുന്നുണ്ട്. മതമോ ജാതിയോ സാമ്പത്തികമോ നോക്കാതെ മുസ്ലിം ലീഗിൻ്റെ ബൈത്തുറഹ്മ, പാലിയേറ്റീവ് കെയർ തുടങ്ങിയ കാരുണ്യ പ്രവർത്തനങ്ങളും വിവേചനമില്ലാത്ത മതനിരപേക്ഷ സമീപനവുമാണ് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കരുത്തേകുന്നതെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. 1957 മുതൽ 1991 വരെയും 1996 മുതൽ 2011 വരെയും അരനൂറ്റാണ്ട് പഴയ പെരിങ്ങളം മണ്ഡലത്തിൽ ദീർഘകാലം PR കുറുപ്പ് ഉൾപ്പെടെ ഇടത് എം എൽ എമാരായിരുന്നു പ്രതിനിധീകരിച്ചത്. 1967
EMS മന്ത്രിസഭയിൽ സഹകരണ വകുപ്പ് മന്ത്രിയായും 1996-2001 EK നായനാർ മന്ത്രിസഭയിൽ വനം ദേവസ്വം മന്ത്രിയായും കുറുപ്പ് പ്രവർത്തിച്ചു. എന്നാൽ മണ്ഡലത്തിൽ എടുത്തു കാണിക്കാനാകുന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കുറുപ്പ് ഉൾപ്പെടെ ഇടത് MLA മാർക്കായിട്ടില്ല. 1991-96 KM സൂപ്പി UDFനെ പ്രതിനിധീകരിച്ച് MLA ആയപ്പോഴാണ് മണ്ഡലത്തിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്. പാനൂർ ബസ് സ്റ്റാൻഡ്, പാനൂർ സബ് ട്രഷറി, ചൊക്ലി 110 kV സബ്സ്റ്റേഷൻ, കല്ലിക്കണ്ടി NAM കോളേജ്, പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂൾ, മൊകേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ, കടവത്തൂർ NA അറബിക് കോളേജിന് സർക്കാർ അംഗീകാരം നൽകി. ചമ്പാട് ചേതാവൂർ UP സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തി. നിരവധി റോഡുകളും പാലങ്ങളുമായി നീണ്ടുപോകുന്ന UDF ജനപ്രതിനിധി എത്തിയ കാലത്തെ വികസന ചരിത്രം. 2011 മണ്ഡലം പുനർനിർണയത്തിലൂടെ പെരിങ്ങളം മാറി കൂത്തുപറമ്പ് മണ്ഡലമായി. മണ്ഡലം പുനർനിർണയത്തിന് ശേഷം ആദ്യം നടന്ന തിരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഭാഗമായി മത്സരിച്ച സോഷ്യലിസ്റ്റ് ജനതയിലെ KP മോഹനായിരുന്നു വിജയം. 2011-16 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 2016 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായി മോഹനൻ. പാനൂർ ഫയർ സ്റ്റേഷൻ, പാനൂർ മിനി സിവിൽ സ്റ്റേഷൻ, പാനൂർ പോലീസ് കൺട്രോൾ റൂം, പെരിങ്ങളം കേന്ദ്രീകരിച്ച് വില്ലേജ് ഓഫീസും ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളാണ്. 2016-2021 UDF സ്ഥാനാർത്ഥിയായി 2011-2021 UDF സ്ഥാനാർത്ഥിയായി KP മോഹനനും ഇടത് സ്ഥാനാർത്ഥിയായി KK ശൈലജയും മത്സരിച്ചപ്പോൾ വിജയം ശൈലജയ്ക്കായിരുന്നു. ശൈലജ പിണറായി മന്ത്രിസഭയിൽ ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായി. 2021 LJD UDF വിട്ട് ഇടത് മുന്നണിയുടെ ഭാഗമാവുകയും KP മോഹനൻ ഇടത് മുന്നണി സ്ഥാനാർത്ഥിയായി. UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ പൊട്ടക്കണ്ടി അബ്ദുള്ളയാണ് മത്സരിച്ചത്. അന്ന് വിജയം KP മോഹനായിരുന്നു. കഴിഞ്ഞ 10 വർഷം ഭരണപക്ഷ മന്ത്രിയായും MLA-യായും ഇടത് MLA-മാർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചെങ്കിലും മണ്ഡലത്തിൽ വികസന മുന്നെടുപ്പിൻ്റെ ഒരു പതിറ്റാണ്ടാണ് കഴിഞ്ഞുപോയത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച പാനൂർ താലൂക്ക് ആശുപത്രിക്ക് ജനകീയ ഫണ്ട് സമാഹരണത്തിലൂടെ സ്ഥലമേറ്റെടുത്ത് അധികൃതർക്ക് നൽകിയെങ്കിലും ആശുപത്രി യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. മണ്ഡലത്തിലെ കാർഷിക മേഖലകൾക്കോ ടൂറിസം പദ്ധതികൾക്കോ അടിസ്ഥാന വികസന രംഗത്തോ ചെറുചലനം സൃഷ്ടിക്കാൻ ഇടത് MLA-മാർക്കായില്ല. മന്ത്രിയും MLA-യുമായി KK ശൈലജയും KP മോഹനനും പൂർണ്ണ പരാജയമായിരുന്നു. ഇത്തവണ ആത്മവിശ്വാസത്തോടെയാണ് UDF തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം UDFന് നൽകുന്ന ഊർജം ചെറുതല്ല. അധികാര സ്വാധീനം ഉപയോഗിച്ച് പാനൂർ നഗരസഭയിൽ അശാസ്ത്രീയ വാർഡ് വിഭജനം നടത്തി നഗരസഭ പിടിച്ചെടുക്കാൻ ഇടതുമുന്നണി ശ്രമിച്ചെങ്കിലും തിളക്കമാർന്ന വിജയം പാനൂരിലും തൃപ്പങ്ങോട്ടൂരിലും ആവർത്തിച്ചതും പതിറ്റാണ്ടുകൾ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഇറ്റില്ലമായ ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ഇടതുമുന്നണിയിൽ നിന്ന് പിടിച്ചെടുക്കാനായതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്ന ശേഷം ഇടതുമുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന ജില്ലാ പഞ്ചായത്ത് കൊളവല്ലൂർ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി CK മുഹമ്മദ് അലി 3000-ൽ പരം വോട്ടിന് വിജയിച്ചതും പ്രതീക്ഷ കൂട്ടുന്നു. കൂത്തുപറമ്പ് നഗരസഭ, മോകേരി, പാട്യം, കോട്ടയം, മലബാർ പഞ്ചായത്തുകളിൽ അംഗബലം വർദ്ധിപ്പിച്ചതും മണ്ഡലത്തിലെ വികസന മുരടിപ്പും സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്ന ഭരണവിരുദ്ധ വികാരവും UDFന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഏത് വിധേനയും മണ്ഡലം പിടിച്ചെടുക്കുകയാണ് UDF ലക്ഷ്യം. ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് LJD-യിലെ PK പ്രവീണാണ്. ഷിബിൻ ലാലാണ് NDA സ്ഥാനാർത്ഥി. വളരെ കൃത്യമായി തന്നെ ഈയൊരു വിഷയം കൂത്തുപറമ്പുമായി ബന്ധപ്പെട്ട്
കൂത്തുപറമ്പിൽ ജയബേരി മുഴക്കാൻ ജയന്തി രാജൻ എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗ് 27 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിനെ ഈ പ്രാവശ്യം വളരെ മുന്നേറ്റം നടത്തുമ്പോൾ അതിൽ വ്യത്യസ്തമായ ഒരു സ്ഥാനാർത്ഥിയാണ് പ്രിയപ്പെട്ട ജയന്തി രാജൻ. കൂത്തുപറമ്പിൻ്റെ മണ്ണിൽ മുസ്ലിം ലീഗ് ഹരിത പതാക പാറിക്കാൻ UDFിൻ്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ജയന്തി രാജൻ മത്സരിക്കുകയാണ്. വലിയ മുന്നേറ്റത്തോടു കൂടി കൂത്തുപറമ്പ് UDFിൻ്റെ കൈകളിൽ ഭദ്രമാക്കാൻ ജയന്തി രാജന് സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ ഇന്നത്തെ ഇന്ന് ചന്ദ്രകയിൽ വന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട വനിതാ ലീഗിൻ്റെ നേതാക്കളൊക്കെ അവിടെ സന്ദർശിച്ചതൊക്കെ ഇന്നത്തെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട UDFിന് ഉജ്ജ്വല വിജയം നൽകാൻ കർമ്മരംഗത്തിറങ്ങുക എന്ന തലക്കെട്ടിൽ വനിതാ ലീഗിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി ഇന്ന് വന്നിട്ടുണ്ട്. അതുകൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. കൂത്തുപറമ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ജയന്തി രാജൻ്റെ മണ്ഡലത്തിലെത്തിയ വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാട് പൊന്നാണി അണിയിക്കുന്നു. സംസ്ഥാന ഭാരവാഹികളായ സെറീന ഹസീബ്, ബ്രസീലിയ ശംസുദ്ദീൻ തുടങ്ങിയവർ സമീപം എന്ന തലക്കെട്ടിൽ ഇന്ന് വന്നിട്ടുള്ള റിപ്പോർട്ട് വനിതാ ലീഗിൻ്റെ നേതൃത്വം അവിടെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രചരണത്തിൽ പങ്കാളിയായതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് കിടക്കാം. UDFിന് ഉജ്ജ്വല വിജയം നൽകാൻ കർമ്മരംഗത്തിറങ്ങുക എന്ന തലക്കെട്ടിൽ വനിതാ ലീഗിൻ്റെ ഒരു റിപ്പോർട്ട്. കോഴിക്കോട് കേരളത്തെ മുച്ചൂടും നശിപ്പിച്ച പിണറായി സർക്കാരിന് അന്ത്യം കുറിക്കാനും UDFിൻ്റെ ഉജ്ജ്വല തിരിച്ചുവരവിന് സ്ത്രീകൾ കർമ്മരംഗത്തിറങ്ങണമെന്ന് ലീഗ് ഹൗസിൽ ചേർന്ന വനിതാ ലീഗ് സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ഏറ്റവും വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റിയവർ വിപണിയിൽ ഇടപെടാതെ കോടികളാണ് PR ദൂരത്തിനായി ചെലവിടുന്നത്. സ്ത്രീ സുരക്ഷ ഇത്രയും അപകടത്തിലായ കാലം മുമ്പുണ്ടായിട്ടില്ല. തൊഴിലില്ലായ്മയ്ക്കും ചികിത്സാ പിഴവും മരുന്നില്ലായ്മയും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാർ. കേരളത്തിൻ്റെ ഭാവിക്കും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കും UDF അധികാരത്തിൽ വന്നേ മതിയാവൂ. അതിനായി ഇനിയുള്ള ദിനങ്ങൾ ശക്തമായി പ്രവർത്തിക്കാൻ വനിതാ ലീഗ് കീഴടകങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്നും ഭാരവാഹി യോഗം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് സുഹറ മമ്പാട് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് B കുൽസു, മറിയ ടീച്ചർ, സഫിയ P, സബീന മറ്റമ്പള്ളി, സാജിദ നൌഷാദ്, സെറീന ഹസീബ്, ബ്രസീലിയ ശംസുദ്ദീൻ, സാജിദ ടീച്ചർ, ഷംല ഷൗക്കത്ത്, മീര റാണി, ഷീന പടിഞ്ഞാറ്റേക്കര സംസാരിച്ചു. കൂത്തുപറമ്പിൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ജയന്തി രാജൻ്റെ മണ്ഡലത്തിലെത്തി വനിതാ ലീഗ് നേതാക്കളായ പ്രിയപ്പെട്ട സുഹറ മമ്പാട് പൊന്നാണി അണിയിക്കുന്നു. സംസ്ഥാന ഭാരവാഹികളായ സെറീന ഹസീബ്, ബ്രസീലിയ ശംസുദ്ദീൻ തുടങ്ങിയവർ സമീപത്തുള്ള ആ റിപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ കൃത്യമായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട ജയന്തി രാജൻ കൂത്തുപറമ്പിൽ ജനവിധി തേടുമ്പോൾ മുസ്ലിം ലീഗ് ശ്രദ്ധേയമാവുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ മുമ്പും ഇതുപോലെ തന്നെ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിക്കാൻ ഇതുപോലുള്ള ആളുകളെ മുൻനിരയിൽ നിർത്തി മുസ്ലിം ലീഗ് നിയമസഭയിൽ എത്തിച്ചിട്ടുണ്ട് പലരെയും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ അതിശ്രദ്ധേയമായ ഒരു സ്ഥാനാർത്ഥിയാണ് പ്രിയപ്പെട്ട ജയന്തി രാജൻ. ദേശീയ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി ഭാരവാഹിയായ പ്രിയപ്പെട്ട ജയന്തി രാജൻ വൻ മുന്നേറ്റം നടത്തി കേരളത്തിൽ ശ്രദ്ധ നേടുന്ന ഒരു നിയമസഭാ മണ്ഡലമായി കൂത്തുപറമ്പിനെ മാറ്റിയെടുക്കും. അതിൽ തർക്കമില്ല. അതിനുള്ള എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ODSയുവിൻ്റെ എളിയ ഭാരവാഹി എന്നുള്ള നിലക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് UDF.